ഞാൻ ഈ നമ്മുടെ ഈ ക്രിസ്തീയ ദേവാലയം പൊളിക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഞാൻ ആദ്യം കണ്ടത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ടില്ല. പക്ഷെ ആ പൊളിക്കുന്നതിൻ്റെ ഭീകരത കണ്ടപ്പോൾ അന്ന് തന്നെ ഒന്ന് ഓർത്തത് നിങ്ങളെയൊക്കെ ഒന്ന് കാണണം, ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റി ഇതൊക്കെ ഒന്ന് അറിയണം എന്നൊക്കെ പല ദിവസങ്ങൾ ആലോചിച്ചിട്ടും സാധിച്ചില്ല. അതായത് ഇന്നാണ് സാധിച്ചത്. ഇന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ ചുങ്കംപള്ളി ഇടവക്കാരനാണ്. ചുങ്കംപള്ളി ഇപ്പോഴുള്ള പള്ളി തറക്കല്ലിട്ടത് 1947 തറക്കല്ലിട്ട പള്ളി ഇപ്പോൾ 80 വർഷത്തോളമായി. അതിന് മുമ്പത്തെ പഴയ പള്ളി ഞങ്ങൾക്ക് ഇപ്പോഴും ബലവത്തായി നിൽപ്പുണ്ട്. നിങ്ങളുടെ ഇവിടെ ഉള്ള അരീച്ചറയച്ചനായിരുന്നു ഞങ്ങളുടെ ഇതിന് മുമ്പത്തെ വികാരി. ആ വികാരി അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഈയിടെ ഞങ്ങളുടെ ഒരു 3.5 ലക്ഷം രൂപ മുടക്കി ആ പള്ളി മെയിൻറ്റെയിൻ ചെയ്യുമായത്. നമുക്ക് പൊതുയോഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ പൊതുയോഗ തീരുമാനങ്ങൾ എല്ലാം ശരിയാണോ എന്ന് നമ്മൾ രണ്ടാമതൊരു വട്ടം ചിന്തിക്കണം. അത് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും ഇപ്പം നമ്മളൊരു പൊതുയോഗത്തിൽ തീരുമാനമെടുത്തു, അല്ല പാരിഷ് കൗൺസിൽ, നിങ്ങളൊക്കെ പാരിഷ് കൗൺസിൽ മെമ്പർമാരൊക്കെ ഉണ്ട്, ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് അച്ഛാ അത് അങ്ങനെയല്ലല്ലോ, അല്ലെ ബിഷപ്പിനെ കണ്ട് അങ്ങനെയല്ല. പക്ഷേ ഇത് പൊളിക്കണം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു വാശിയുടെ പുറത്ത് ചെയ്ത കാര്യമാണ്. അതിന് ഏറ്റവും ബലം നൽകുന്ന ഒരു സ്ത്രീ ശബ്ദത്തിൻ്റെ ഉള്ള വാട്സപ്പ് മെസ്സേജുകൾ കേട്ടപ്പം നമുക്ക് എല്ലാവർക്കും ഏകദേശം തീരുമാനമായി ഇത് വാശിക്ക് തന്നെ ചെയ്തതാണ്. അല്ലാതെ ഇതിൻ്റെ ഇപ്പം ഞങ്ങൾ ഈ പള്ളിയുടെ കൽക്കെട്ട് ഞാൻ കണ്ടു, അത് കരിങ്കല്ലും കണ്ടാണ് കെട്ടിയേക്കുന്നത്. ഞങ്ങളുടെ പഴയ പള്ളിയുടെ കൽക്കെട്ട് കരിങ്കല്ലല്ല, മറ്റേ സുർക്ക വെച്ചാണ് വെച്ചിരിക്കുന്നത്. ആ സാധനം ഇപ്പോഴും അപ്പോൾ ഏതാണ്ട് 140 വർഷത്തോളമായി ഞങ്ങളുടെ പഴയ പള്ളിയുള്ളത്. അപ്പോൾ ഇത് ആരുടെയൊക്കെയോ എന്തൊക്കെയോ ഒരു അജണ്ട. പക്ഷേ ഇതെന്നാന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഇത്ര ആൾക്കാരുള്ളൂ, നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഈ ഇടവകയിലെ ഒരാൾ ഈ കൂടെ ഉണ്ടെങ്കിൽ, ഈ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അത് 10 ആളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർക്കുക. ഏതായാലും നിങ്ങൾക്കുള്ള എല്ലാവിധ പിന്തുണ അറിയിച്ചു കൊടുക്കുന്നു. പിന്നെ അഭിമാനപൂർവ്വം ഒരു കാര്യം പറയാം, തിരുവിതാംകൂറിൽ ഈ പള്ളി പൊളിച്ചതിനെതിരെ ആദ്യമായിട്ട് ഒരു പ്രതിഷേധ പ്രമേയം പാസ്സാക്കിയത് ചുങ്കം KCC ആണ് എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. നന്ദി, നമസ്കാരം.